നമസ്കാരം. കേരള മോഡലിൽ പുതിയ ജനസമ്പർക്ക പരിപാടി നടത്താൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് സർക്കാർ. മക്കളുടൻ മുതൽവർ എന്ന പദ്ധതിയാണ് നിലവിൽ തമിഴകത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം വരുന്ന തിങ്കളാഴ്ച മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ കോയമ്പത്തൂരിൽ വെച്ച് നിർവഹിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരാതി പരിഹാരം ഒരുക്കുക എന്നത് തന്നെയാണ് ഈ മക്കളുടൻ മുതൽവർ എന്ന പദ്ധതിയുടെയും ലക്ഷ്യം. 13 വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഈ പദ്ധതിയിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഡിസംബർ 18 മുതൽ ജനുവരി 6 വരെയാണ് ഇത്തരത്തിലുള്ള യോഗങ്ങൾ നടക്കുക. ജില്ലകളിലെ മേൽനോട്ട ചുമതല മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എന്താണോ നവകേരള സദസ്സ് എന്ന പേരിൽ നടത്തപ്പെടുന്നത് അത് തന്നെയാണ് തമിഴ്നാട്ടിലും ആവർത്തിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം MK സ്റ്റാലിൻ എന്ന തമിഴ്നാടിന്റെ DMKയുടെ ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇത്ര നേരത്തെ തന്നെ PR പരിപാടികൾ തുടങ്ങിയതെന്ന ചർച്ചകൾ കൂടി ഒരു വശത്ത് നടക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിലും തമിഴ്നാട്ടിലും ഭരിക്കുന്ന രണ്ട് പാർട്ടികൾ CPIM-ഉം DMK-യും നിരവധി അഴിമതി ആരോപണങ്ങളുടെ കടന്നു പോകുന്ന ഒരു ഘട്ടം കൂടിയാണിത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് എങ്കിൽ പോലും ഭരണ തുടർച്ച തങ്ങൾക്ക് ലഭിക്കുമോ എന്ന ആശങ്ക ഈ രണ്ട് ദക്ഷിണേന്ത്യൻ പാർട്ടികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒരു മുഴം മുന്നേ ഇറങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, തമിഴകത്ത് BJP-യുടെ അധ്യക്ഷനായ അണ്ണാമലയുടെ നേതൃത്വത്തിൽ എൻ മണ്ണ് എൻ മക്കൾ യാത്രയും പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും യാത്രകൾക്ക് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഈ രണ്ട് പാർട്ടികളും CPIM-ഉം DMK-യും കേന്ദ്ര ഏജൻസികളുടെ റഡാറിലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെ സ്റ്റാലിനും മകനും മരുമകനും ഒക്കെയാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നതെങ്കിൽ ഇവിടെ കേരളത്തിൽ പിണറായിയും ബന്ധുക്കളും അല്ലെങ്കിൽ ആ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരും എല്ലാവരും തന്നെ അഴിമതി ആരോപണങ്ങൾ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങളിലൊക്കെ കടുത്ത ഭരണവിരുദ്ധ വികാരം കൂടിയുണ്ട്. എന്തായാലും ഇങ്ങനെ മുഖ്യമന്ത്രി നാട് നീളെ നടന്ന് പരാതി വാങ്ങുന്ന ഒരു പരിപാടി അത് സൂചിപ്പിക്കുന്നത് ഭരണ പരാജയം തന്നെയാണ്. ആള് നിറഞ്ഞു കവിയുന്നുണ്ട് ഇത്തരം പരിപാടികൾക്കെങ്കിൽ അത് സൂചിപ്പിക്കുന്നതും ഭരണപരാജയം തന്നെയാണ്. കാരണം ഇതിനൊക്കെ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ ഇത്രയും നാളും എന്തു ചെയ്യുകയായിരുന്നു, ഇവരൊന്നും അത്ര എഫിഷ്യന്റ് അല്ല എന്ന് തന്നെയാണ് ഇത്തരം പരിപാടികളിൽ വരുന്ന ആൾക്കൂട്ടം നൽകുന്ന ഒരു സൂചന. പക്ഷേ ഇതുപോലും മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള യാത്രകൾക്കിടയിൽ സംഭവിക്കുന്ന ചില സീനുകളൊക്കെ എടുത്ത് റീൽസും സ്റ്റോറിയുമായി മാസ് BGM ഒക്കെ ഇട്ട് ആഘോഷിക്കുകയാണ് ഇവരുടെയൊക്കെ സൈബർ പോരാളികൾ. അങ്ങനെ തമിഴ്നാട്ടിലും കേരളത്തിന്റെ അതേ മാതൃക തന്നെ പിന്തുടരുന്നു. അങ്ങനെ PR ഈ രണ്ട് സർക്കാരിനും ഒരു ടീം തന്നെയാണോ എന്നുള്ള ഒരു പരിഹാസം കൂടി സൈബർ ഇടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും BJP-യുടെ ഇടയിൽ നിന്നും അങ്ങനെ PR പരിപാടികൾ 2026 വേണ്ടി ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു. സ്റ്റാലിൻ ആരെയാണ് ഭയക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങളാണോ അതോ അണ്ണാമലൈ നടത്തുന്ന എൻ മണ്ണ് എൻ മക്കൾ യാത്രയാണോ, അതുമല്ലെങ്കിൽ നടൻ വിജയ് ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തുടങ്ങിയിരിക്കുന്ന ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളാണോ എന്ന ചർച്ചകൾ കൂടി തമിഴകത്ത് സജീവമായി തന്നെ നടന്നു വരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.